ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथामितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितं ये कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। ताप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं भङ्गुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचं मां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुरतो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो। तमादिदेवं करुणानिधानं तमालवर्णं सुहितावतारम् अपार संसार समुद्र सेतुं भजामहे भागवतस्वरूपम्। परमानन्दपाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोऽस्तु मे। गुरुवे गौरचन्द्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 17-ാമത്തെ അധ്യായം 22-ാമത്തെ ശ്ലോകം മുതൽക്കാം. രാജോവാച ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപദൃഗ് യഥധർമാകൃതസ്ഥാനം സുജ കശ്യാപി തദ്ഭവേത്. രാജോവാച ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപധൃഗ് യഥധർമാകൃതസ്ഥാനം സുജ കശ്യാപി തദ്ഭവേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. രാജോവാച ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപധൃഗ് യഥാ ധർമാകൃതസ്ഥാനം സൂചകസ്യാപി തത് ഭവേത്. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. രാജാവ് പറഞ്ഞു, ഓ ഐശ്വര്യം, ഋഷഭരൂപത്തിലുള്ള താങ്കൾ ധർമ്മസത്യം ഗ്രഹിച്ചവനാണ്. അപരാധിയെ തിരിച്ചറിയുന്നവർക്കും അപരാധിക്കും വിധിവിഹിതമായ ഉദ്ദിഷ്ടസ്ഥാനം ഏതെന്ന തത്വത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കുന്ന അങ്ങ് ധർമ്മ വ്യക്തിത്വമല്ലാതെ യമരാജാവല്ലാതെ മറ്റാരുമല്ല. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് കി ജയ്. ഹരി ബോൾ. താങ്ക് യു. The king said, O you who are in the form of a bull, you know the truth of religion and you are speaking according to the principle that the destination intended for the perpetrator of irreligious acts is also intended for one who identifies the perpetrator. You are no other than the personality of religion. അപ്പോൾ രാജാവിന് ഈ ബുള്ളിന്റെ അല്ലെങ്കിൽ കാളയുടെ സംസാരത്തിന് മനസ്സിലായി ഇത് സാധാരണ ഒരു കാളയല്ല, ഇത് സ്വയം ധർമ്മരാജാവാണ്. കാരണം ഇവിടെ ധർമ്മമാണ് ഇവിടെ ഈ കാളയുടെ രൂപത്തിലുള്ള ആ
പേഴ്സണാലിറ്റി പറയുന്നത്. മുഴുവനും ധർമ്മത്തിന്റെ സിദ്ധാന്തമാണ്. സാധാരണ ഒരു കാളയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ അത്രയും ഉയരത്തിലുള്ള ഒരു ഫിലോസഫി സിദ്ധാന്തം സംസാരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങ് ഒരു സാധാരണ കാളയല്ല, അങ്ങ് സ്വയം ധർമ്മരാജാവാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങക്ക് ഈ ധർമ്മത്തിന്റെ സത്യം അത് മനസ്സിലാവും. അപ്പൊ ആ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ സംവാദം മുഴുവൻ. പരീക്ഷിത് മഹാരാജാവും കാളയും തമ്മിലുള്ള സംവാദം ഒരു സാധാരണ വ്യക്തികൾ തമ്മിലുള്ള സംവാദമല്ല. പരീക്ഷിത് മഹാരാജാവും ഒരു സാധാരണ രാജാവല്ല, രാജഋഷിയാണ്. അദ്ദേഹത്തിനും ഒരു ഹയർ വിഷണറി പവർ ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സാധാരണ കാളയെ സ്വയം ധർമ്മരാജാവായിട്ട് വിശേഷിപ്പിക്കുന്നത്? അദ്ദേഹം ധർമ്മരാജാവ് എന്ന് മനസ്സിലാക്കി. കാരണം അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളാണ് ഇവിടെ ആ കാള ഇവിടെ പരീക്ഷിത് മഹാരാജ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? യു ആർ സ്പീക്കിംഗ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ ഡെസ്റ്റിനേഷൻ ഇന്റൻഡഡ് ഫോർ ദ പെർപെട്രേറ്റർ ഓഫ് ഇറിലീജിയസ് ആക്ട്സ് ഈസ് ആൾസോ ഇന്റൻഡഡ് ഫോർ വൺ ഹു ഐഡന്റിഫൈസ് ദ പെർപെട്രേറ്റർ. അപ്പോ കുറ്റവാളിക്ക് എന്താണ് ആ ഒരു അൾട്ടിമേറ്റ് ഗോൾ, അവരുടെ ലക്ഷ്യം, അവരുടെ ഡെസ്റ്റിനി എന്താണ്, വിധി എന്താണ്? അത് തന്നെയാണ് കുറ്റവാളിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന അവർക്കും കിട്ടാൻ പോകുന്നത്. ഇത് നമുക്ക് ടോട്ടലി ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും. എങ്ങനെയാണ് എന്നെ ഒരാൾ ശിക്ഷിച്ചാൽ, ഞാൻ ആ ആളെ ചൂണ്ടിക്കാണിച്ചാൽ ആ ശിക്ഷിച്ച ആൾക്ക് കിട്ടുന്ന അവരുടെ വിധി എന്താണ്, ഡെസ്റ്റിനി, അതന്നെയാണ് എനിക്കും ആവുന്ന അവിടെ പറയുന്നത്. അതെങ്ങനെയാണ്? പിന്നെ ഒരാള് വെറുതെ ഇപ്പോൾ ഒരാള്, ഞാൻ വഴി പോകുന്ന സമയത്ത് ഒരാൾ അടിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആരടിച്ചാൽ പിന്നെ ആളെ അടിച്ച് പറയും അല്ലേ? സാധാരണ നമ്മളല്ലേ പറയും. ഇവിടെ കാളത് പറയുന്നില്ല. കാരണം കാളയ്ക്ക് അറിയാം, അതായത് ഈ പുള്ളിനറിയാം കുറ്റവാളി ചെയ്യുന്ന അപരാധത്തിന്റെ ആ ഡെസ്റ്റിനി എന്താണോ, വിധി എന്താണോ, അതന്നെയാണ് അതായത് കുറ്റം കാണിച്ചു കൊടുക്കുന്നത്. ഇതിനെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കും കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ഇതിന്റെ 19ാമത്തെ ശ്ലോകത്തില്, ഇതിന് മുമ്പത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്, പരീക്ഷിത് മഹാരാജാവിനോട് പറയാണ്, കാള പറയാണ്, അതായത് ഇതാരാണ് ഈ ദുഃഖാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കാരണം? ആരാണ് അങ്ങേ ശിക്ഷിച്ചിരിക്കുന്നത്? ക്ലേശത്തിന്റെ കാരണം ആരാണ്? അവരെ എനിക്ക് കാണിച്ചു തരും, ഞാൻ അദ്ദേഹത്തിനെ ശിക്ഷിക്കാം എന്ന് പറയുമ്പോൾ അപ്പൊ ശരിക്ക് ചൂണ്ടിക്കാണിക്കുന്നില്ല ആരാണെന്ന്. കലി പുരുഷനാണ് ചെയ്തിരിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നില്ല. കാരണം ഇത് ധർമ്മരാജാവിന് അറിയാം. കുറ്റവാളിക്ക് കിട്ടുന്ന അതേ കുറ്റം കാണിച്ചു കൊടുക്കുന്ന ആൾക്കും, ഇത് ആരാണ് ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കുന്ന ആൾക്കും അതേ ഡെസ്റ്റിനി ആയിരിക്കും അറിയാം. അതുകൊണ്ടാണ് കാരണം. അപ്പോൾ പല തത്വചിന്തകന്മാരുടെയും സിദ്ധാന്തം എന്താണെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ചിലർ പറയും, ചില തത്വചിന്തകർ പറയും, ഇത് സ്വയം നമ്മളാണ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ കാരണക്കാരൻ, ഈ ക്ലേശത്തിന്റെയും ദുഃഖത്തിന്റെയും കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. ചില തത്വചിന്തകർ പറയും, ഇത് ആരാണ്? ഇത് ദേവതന്മാരാണ് നമുക്ക് തരുന്നത്, ഈശ്വരാണ്, സൂപ്പർ നാച്ചുറൽ പവറാണ് നമുക്ക് തരുന്നത്. ചിലർ പറയും നമ്മളുടെ കർമ്മമാണ് തരുന്നത്. ചിലർ പറയും ഇത് മെറ്റീരിയൽ നേച്ചർ, പ്രകൃതിയാണ് നമുക്ക് തരുന്നത്. അങ്ങനെ പല സിദ്ധാന്തങ്ങളും പറയുന്നുണ്ട്. അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം ചില ആൾക്കാര് ഇതൊന്നുമല്ല, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറമാണെന്ന് ചില ആൾക്കാർ പറയും. ഇപ്പം എന്താണ് ഇപ്പൊ ആരാണ് ആക്ച്വലി നമ്മൾക്ക് വരുന്ന ക്ലേശങ്ങളുടെയും ദുഃഖത്തിന്റെയും കാരണം ആരാണ്? ഇപ്പൊ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ചില ആൾക്കാർ പറയുന്നു നമ്മൾ തന്നെയാണ്, ചില ആൾക്കാർ പറയുന്നു കർമ്മമാണ്, ചില ആൾക്കാർ പറയുന്നു സൂപ്പർ നാച്ചുറൽ പവർ, ഈശ്വരൻ അല്ലെങ്കിൽ ദേവതമാരാണ്, ചില ആൾക്കാർ പറയുന്നു പ്രകൃതിയാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഏതാണ് എഴുതുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കർമ്മമായിരിക്കും പ്രഭുജി. കർമ്മം. ഓക്കെ. ആയിരിക്കും പ്രഭുജി. കർമ്മം. ഹരേ കൃഷ്ണ. കർമ്മമായിരിക്കും പ്രഭു. കർമ്മം തന്നെയായിരിക്കും. എല്ലാവരും കർമ്മമാണ് പറയുന്നത് അല്ലെ? അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം കർമ്മം ആണോ? അതെ, കർമ്മം മാത്രമാണോ?
കർമ്മം മാത്രമാണോ? കർമ്മം പല മാത്രമായിരിക്കില്ല. പല ഫാക്ടേഴ്സും ഉണ്ട്. ഇതിനെല്ലാം ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ടിക്കറ്റ് വരും. നമ്മുടെ ഫ്രീ വില്ലുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. ഓക്കെ, ആ കർമ്മത്തിന്റെ റിയാക്ഷൻ അത് ആര് തരുന്നു? പ്രകൃതി തരുന്നു. അതിന് സാങ്ഷൻ തരുന്നത് ആരാണ്? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡറ്റ് അല്ലെ? അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ വെറും കർമ്മം എന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിലും കൂടിയിട്ട് ആ ഭഗവാന്റെ ഇച്ഛയില്ലാണ്ട് നടക്കില്ല. ഭഗവാനാണ് അൾട്ടിമേറ്റ് കോസ്. കാരണം ഭഗവാനാണ്. പക്ഷെ നമ്മളുടെ ഫ്രീ വില്ല്, നമ്മളുടെ ചോയ്സ്, നമ്മൾ കർമ്മം ചെയ്യുന്നു. അതിന്റെ റിയാക്ഷൻ അത് ഭഗവാന്റെ തന്നെ എക്സ്റ്റേണൽ എനർജിയായ മായാദേവി കൊണ്ട് നമ്മൾ തരുന്നു. അതിന്റെ സാങ്ഷൻ ചെയ്യുന്നത് ഭഗവാനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാൻ സാങ്ഷൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഭഗവാൻ ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, കർമ്മത്തിന് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, പ്രകൃതി ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെ ഒന്നിനെയും ഒറ്റയ്ക്ക് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ധർമ്മത്തിന്റെ എല്ലാ ഇൻട്രിക്കസീസും മൈന്യൂട്ട് ഡീറ്റെയിൽസും അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ ധർമ്മരാജാവ് പറയുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 4 ഓപ്ഷൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്ക് തന്നെ സംശയം. കാരണം ഇത് അത്രയും ഉയർന്ന തലത്തിലുള്ള ധർമ്മരാജാവ് സ്വയമാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നില്ല. ചൂണ്ടിക്കാണിച്ചാൽ എന്താണോ കുറ്റവാളിക്ക് കിട്ടുന്ന ആ ഒരു വിധി അതന്നെ നമുക്കും കിട്ടാം എന്ന് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക. അപ്പൊ ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ കർമ്മം മാത്രമല്ല, മറ്റുള്ള പല ഫാക്ടേഴ്സുമാണ്. ഓക്കെ, ഒരു ചോദ്യം അപ്പൊ ചോദിക്കാം, എന്തിനാണ് ഭഗവാൻ നമുക്ക് ക്ലേശങ്ങൾ തരുന്നത്? ഭഗവാൻ എന്തുകൊണ്ടാണ് നമുക്ക് ക്ലേശങ്ങൾ തരുന്നത്? ഭഗവാൻ നമുക്ക് നല്ലത് വരുമ്പോൾ ഭഗവാന്റെ ഒരു മേഴ്സിയാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്. പക്ഷേ തൻ്റെ മക്കൾക്ക് എന്തിനാണ് അച്ഛനും അമ്മയും ക്ലേശങ്ങൾ കൊടുക്കുന്നത്, ദുഃഖം കൊടുക്കുന്നത്? ഇവിടെ സുപ്രീം ഫാദറാണ് ഭഗവാന്റെ. ആ ഭഗവാൻ എന്തുകൊണ്ടാണ് നമുക്ക് ക്ലേശങ്ങൾ തരുന്നത്? അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ വെസ്റ്റ് ഏഷ്യയിൽ വാർ നടക്കുന്നുണ്ട്. ചോദിക്കുകയാണ് ആരാണ് അതിന്റെ കാരണക്കാരൻ? ചില ആൾക്കാർ പറയും ഇറാനാണ്, ചില ആൾക്കാർ പറയും ഇസ്രായേലാണ്, ചില ആൾക്കാർ പറയും അമേരിക്കയാണ്. ഞാൻ പറയാണ് ഇന്ത്യയാണ് ഇതിന്റെ കാരണക്കാരൻ. അപ്പൊ ഇന്ത്യ എവിടുന്ന് വരുന്നു? ഇതിൽ ഇന്ത്യ ഭാഗമാക്കല്ല. എങ്കിലും ഞാൻ പറയാണ് ഇന്ത്യയാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളത് പറയും ഞാൻ മണ്ടത്തര പറയുന്നു പറയും അല്ലേ? പക്ഷേ ഇത് ഞാൻ പറയുന്നല്ല, ചില പ്രഭാതം പറയുന്നുണ്ട്. ഭാഗവതത്തിലും ചൈതന്യ ചരിതാമൃതത്തിലും പർപ്പോട്ടിൽ പറയുന്നുണ്ട്. അതായത് ദ ഹോൾ വേൾഡ് ഈസ് സഫറിങ് ബിക്കോസ് ഇന്ത്യ ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ്സ് ഡ്യൂട്ടീസ് പ്രോപ്പർലി. അതുകൊണ്ടാണ് ദ ഹോൾ വേൾഡ് ഈസ് സഫറിങ്. നമുക്ക് അത്ഭുതം തോന്നും. അതെന്താ? അത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ഭാരത ഭൂമിതേ ഹൈല മനുഷ്യജന്മയാര ജന്മസാർത്ഥകരി കരോപകാര. അതായത് നമ്മൾ ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കർത്തവ്യമാണ്. കാരണം നമ്മളുടെ സനാതന ധർമ്മം, നമ്മളുടെ ആ വേദിക് ഫിലോസഫി, ഇത് നമ്മളുടെ മാത്രം പ്രെറോഗേറ്റീവാണ്. വേറെ ആർക്കും കൊടുത്തിട്ടില്ല ഭഗവാൻ. നമുക്ക് ഈ കാര്യങ്ങൾ എല്ലാം അറിയാം. ഇത് നമ്മൾ പഠിച്ചിട്ട് മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമ്മൾ വർണ്ണാശ്രമ ധർമ്മം തുടങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ഇത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് മുഴുവൻ ഉണ്ടായിട്ടുള്ള സഫറിങ് എന്ന് ചില പ്രവാചകർ പറയുന്നു. അപ്പോൾ ഒരു ബിഗർ പിക്ചർ നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. അത് വെറുതെ പറയല്ല. കാരണം എനിക്ക് ഒരു അറിവുണ്ടെങ്കിൽ അത് ഞാൻ മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ അത് നമ്മുടെ തെറ്റാണ് അല്ലേ? ഇപ്പൊ ബ്രാഹ്മണര് മറ്റുള്ളവരെ ക്ഷത്രിയരെ ശരിക്കും അവരെ ഗൈഡ് ചെയ്യേണ്ട ആൾക്കാരാണ്. അവർ ആ ക്ഷത്രിയ കുലങ്ങളിലെ ലീഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള അവർക്ക് ശരിക്കുള്ള പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്നില്ലെങ്കിൽ ആരാണ് കുറ്റക്കാരൻ? ബ്രാഹ്മണന്മാർ കുറ്റക്കാരൻ. അതേപോലെ നമ്മൾ ഭാരതഭൂമിയിൽ ജനിച്ചിട്ട് നമ്മൾ സ്വയം അത്
അനുസരിച്ച് അതുപോലെ ജീവിച്ച്, അതായത് നമ്മുടെ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പറയുന്ന പോലെ ജീവിച്ച് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ലോകത്തിൽ ഉണ്ടാവുന്ന എല്ലാ ക്ലേശങ്ങളെന്ന് പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പൊ ഒരു കണക്കിന് ശരിയാ. കാരണം മറ്റുള്ള സെമിറ്റിക് റിലീജിയനില് ഈ വക ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഈ വക വിശദീകരണങ്ങളൊന്നുമില്ല. അപ്പൊ അവര് പറയും ഈവൾ, ദുഷ്ടത, തിന്മ, പാപം, ഇതെല്ലാം ആര് ഭഗവാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്കറിയില്ല ആരുണ്ടാക്കിയത്, എങ്ങനെ ഇത് വരുന്നതെന്ന് അറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്? ഈവൾ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനാണ് പാപം അല്ലെങ്കിൽ ദുഷ്ടത സൃഷ്ടിച്ചിരിക്കുന്നത്? അപ്പൊ അവര് പറയും, അതായത് ഈ തിന്മ, ഈ ദുഷ്ടത, ഇതെല്ലാം ഇവിടെ വരുന്ന കാരണം ഒന്നുകിൽ ഭഗവാൻ ഓൾ പവർഫുൾ അല്ല, അല്ലെങ്കിൽ ഭഗവാൻ ഓൾ മേഴ്സിഫുൾ അല്ല. ഭഗവാൻ ഓൾ പവർഫുൾ ആണെങ്കിൽ ഈ തിന്മയും ഈ ദുഷ്ടതയും ഈ കുറ്റമൊന്നും ഇവിടെ കാണില്ല, ഈവിൾ കാണില്ല. കാരണം ആൾ പവർഫുൾ ആണെങ്കിലും അദ്ദേഹം ആൾ മേഴ്സിഫുൾ അല്ല. അതുകൊണ്ടാണ് ആൾ മേഴ്സിഫുൾ ആണ് വിചാരിക്കുക ഭഗവാൻ. എന്നാൽ ഭഗവാൻ എന്തുകൊണ്ടാണ് തിന്മയും ദുഷ്ടതയും ഇവിടെ കൊണ്ടുവരുന്നത്? കാരണം മേഴ്സിഫുൾ ആണ്, പക്ഷെ ഓൾ പവർഫുൾ അല്ല. അത് നീക്കം ചെയ്യാനുള്ള കഴിവ്, പവർ അദ്ദേഹത്തിനില്ല. ഇപ്പൊ സെമിറ്റിക് റിലീജിയനില് അവർക്ക് ഇതിന് ഉത്തരമില്ല, നമുക്കിതിന് ഉത്തരമുണ്ട്. ഈ ഇത്രയും വിശദീകരണങ്ങള് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ മാറ്റി അവരെ കൃഷ്ണാവബോധത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ സ്പിരിച്വൽ ആക്കണം. ഈ വിവരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് വേൾഡ് ഈസ് സഫറിങ്. അതന്നെയാണ് ചൈതന്യ മഹാപ്രഭു പറയുന്ന ഭാരതഭൂമിയിലെ ഹൈന മനുഷ്യ ജന്മയാര ജന്മ സാർത്ഥകരി കര ഉപകാര. നമ്മളുടെ ജന്മം സാർത്ഥകം ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം, അല്ലേ? അപ്പോ ഇത് ശ്രീമദ് ഭാഗവതം അതാണ് പറയുന്നത്, പരോപകാരാർത്ഥം ഇതം ശരീരം. നമ്മളുടെ ശരീരം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും കൂടി വേണ്ടാണ്. നമ്മൾ സ്വാർത്ഥത കാണിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും അടിസ്ഥാനം, ആ കർമ്മം നമ്മളുടെ ഫ്രീ വില്ലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ഫ്രീ വില്ലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പോ ആ ഫ്രീ വില്ലില് നമ്മളെ നമ്മളുടെ ഒരു അതോറിറ്റി, നമ്മുടെ ആ ഫ്രീ വില്ലിനെ മിസ്യൂസ് ചെയ്യുമ്പോൾ ആ കർമ്മഫലം നമുക്ക് ഭഗവാന്റെ തന്നെ പ്രകൃതിയായിട്ടുള്ള എക്സ്റ്റേണൽ എനർജി മുഖേന നമുക്ക് കിട്ടുന്നു. അത്രേ ഉള്ളൂ. അപ്പോ അതിനെ സാങ്ഷൻ ചെയ്യുന്നത് ഭഗവാൻ സ്വയമാണ്. അപ്പോൾ ഇത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ബുൾ അല്ലെങ്കിൽ ധർമ്മരാജാവ് ഇതെല്ലാം പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇൻട്രിക്കസീസ് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും ഇത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ, ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ എസ്പെഷ്യലി ഈ ഒരു വാക്ക്, ഈ ഒരു സെന്റൻസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഓക്കെ, യു ആർ സ്പീക്കിംഗ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ that the destination intended for the perpetrator of a religious act is also intended for one who identifies the perpetrator. അപ്പൊ ഞാൻ ഇപ്പോൾ ഒരാള് ചോദിക്കുകയാണ്, പോലീസ് വന്ന് ചോദിക്കുകയാണ്, എന്നെ ആരെങ്കിലും അടിച്ചു വെറുതെ ഞാൻ പോകുന്ന സമയത്ത്. പോലീസ് വന്ന് ആരെ അടിച്ച്? ഞാൻ ഈ ഫിലോസഫി പറയാൻ പറ്റും എനിക്ക്. ഞാൻ നേരെ കാണിച്ചു കൊടുക്കും, ഇന്ന ആളാണ് അടിച്ചത്. അപ്പോ ഈ കുറ്റം ചെയ്ത ആൾക്കും കാണിച്ചു കൊടുത്ത് എനിക്കും ഒരേ ഡെസ്റ്റിനിയാന്ന് പറഞ്ഞു, ഒരേ വിധിയാന്ന് പറയുന്നത് ഇവിടെ. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? കാരണം ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ആ അടി എനിക്ക് കിട്ടില്ല. അപ്പൊ ഭഗവാൻ എന്തുകൊണ്ട് സാങ്ഷൻ ചെയ്തു? ഒരാളെ അദ്ദേഹം അടിക്കാൻ ആഗ്രഹിച്ചാലും അത് എനിക്ക് വിധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ അടി എനിക്ക് കിട്ടില്ല, അല്ലേ? അത് എനിക്ക് വിധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ അടി എനിക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ആ അടി എനിക്ക് വെറുതെ കിട്ടിയതല്ല, അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. പഴയ ജന്മത്തെ ആ കണക്ക് തീർക്കാണ്ടായിരിക്കും. അതുകൊണ്ട് ഭഗവാന്റെ സാങ്ഷൻ ആണ് അത്. അതുകൊണ്ട് നമ്മൾ അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ആ ചെയ്യുന്ന ആളെ, അടി തന്ന ആളെ ഒരു കാരണം മാത്രമാണ്, ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. ഇതാണ് ഇവിടെ ആര് പറയുന്നത്? ധർമ്മരാജ പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്ന ഇത്, ആരാണോ കുറ്റവാളി അദ്ദേഹത്തിന്റെ അതേ ഡെസ്റ്റിനി, വിധിയായിരിക്കും കുറ്റം ചൂണ്ടിക്കാണിക്കുന്ന ആളുടെയും. കുറച്ച് വളരെ ഹൈ തലത്തിലുള്ള ഒരു ഫിലോസഫിയാണ് ഇത്. നമുക്ക് ദഹിക്കാൻ അത്ര ഈസി അല്ല. ഞാൻ വെറുതെ നടന്നു പോകുന്നു, എന്നൊരാൾ അടിക്കുന്നു,
അയാളെ ചൂണ്ടിക്കാണിച്ചാൽ ആ കുറ്റം ചെയ്ത ആൾക്ക് കിട്ടുന്ന അതേ ഡിസിഷൻ എനിക്കും കിട്ടണം പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ഇതാണ് ഭഗവാൻ. ഭഗവാൻ നമുക്ക് ക്ലേശം തന്നാലും ശരി, നല്ലത് തന്നാലും ശരി, എല്ലാം മേഴ്സിഫുൾ ആണ്. ഭഗവാന്റെ മേഴ്സിയാണ്. നമ്മൾ ഒരാളെ നിന്ദിക്കുകയാണ് വിചാരിക്കുക. നമുക്ക് ഒരാളോട് ദേഷ്യമുണ്ട്, അയാളെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളെ എത്രത്തോളം നിന്ദിക്കുന്നോ അയാളുടെ പാപം കുറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളുടെ പാപം കൂടിക്കൊണ്ടേയിരിക്കും. ആലോചിച്ചോ എങ്ങനെയത്? ഒരാളെ ഞാൻ നിന്ദിക്കുകയാണ്, അയാളുടെ പാപം കുറഞ്ഞുകൊണ്ടേയിരിക്കും, എൻ്റെ പാപം കൂടിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അല്ലേ? ശരിയല്ലേ? അത് നമുക്ക് ദേഷ്യം വന്നിട്ട് ഒരാളെ അസഭ്യം പറയാണ്, നിന്ദിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എന്താ സംഭവിക്കുന്നത്? അയാളുടെ പാപം കുറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ഇവിടെ പാപത്തിന്റെ അക്കൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? എന്തൊന്നും ഉണ്ടാതെ. അതെ പ്രഭുജി, ശരിയാണ്. അതാണ്. അപ്പോ ഈ സത്യമാണ് ഇവിടെ ധർമ്മരാജാവ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സാധാരണ നിലയിൽ ഇതൊന്നും ആലോചിക്കില്ല. നമുക്കൊരു ദേഷ്യം വന്നാൽ എന്താ, നമ്മളെ ഒരുപാട് ഉപദ്രവിച്ച് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ അയാളെ ഒരു വിധത്തിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വെറുതെ വന്നിട്ട് നമ്മുടെ മേഘട്ട് കയറാണ്, അസഭ്യം പറയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ നിൽക്കും. അതായത് സിവിൽ അനുസരിച്ചിട്ട് നമ്മളെ വല്ലവരും ഉപദ്രവിച്ചാൽ പോലീസ് ആരെ ഉപദ്രവിച്ചാൽ അയാളെ പോയിട്ട് ശിക്ഷിക്കും, കോടതിയിലും അത് തന്നെയാണ്. പക്ഷേ സ്പിരിച്വൽ ആ ഒരു അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ, ലോ എടുക്കുകയാണെങ്കിൽ, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ എടുക്കുകയാണെങ്കിൽ, എന്നെ ഒരാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊന്നും അദ്ദേഹത്തിന് ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ ഒരാൾ അനാവശ്യമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് കിട്ടാനുള്ള ഒരു കണക്കുണ്ടായിരിക്കും. അത് ഏതെങ്കിലും ഒരു ജന്മത്തിന് ഞാൻ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു കണക്ക് തീർക്കലായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ടോളറേറ്റ് ചെയ്യണം. അതാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ അക്കൗണ്ട് വീണ്ടും വീണ്ടും പെരുകി വരും. ആക്ഷൻ റിയാക്ഷൻ, അതിന് വീതം വീണ്ടും ആക്ഷൻ, പിന്നെ റിയാക്ഷൻ. അപ്പോൾ ഇത് കൂടി വരേയുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു ഭക്തൻ, ഈ സിദ്ധാന്തം അറിയുന്നൊരു വ്യക്തി, നമുക്ക് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ക്ലേശങ്ങളോ ദുഃഖങ്ങളോ മറ്റുള്ളൊരു മുഖാന്തരം വന്നിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ അർഹതപ്പെട്ടതാണ്. അത് ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് നമുക്ക് വരില്ല. ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ആ ക്ലേശമോ ദുഃഖമോ നമുക്ക് വരില്ല എന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ അത് ടോളറേറ്റ് ചെയ്താൽ അപ്പോൾ നമ്മൾ രക്ഷപ്പെടും. അല്ലാതെ അതിന് ഓരോ കാര്യത്തിനും നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ വീണ്ടും ആക്ഷൻ റിയാക്ഷൻ, പിന്നെ ആക്ഷൻ റിയാക്ഷൻ, എങ്ങനെ അത് കൂടി വരും. അപ്പൊ ഈ പ്രിൻസിപ്പിളാണ് ഇവിടെ ബുൾ ധർമ്മരാജാവ് ആളയുടെ രൂപത്തിൽ പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞുകൊണ്ട്, പരീക്ഷിത് മഹാരാജാവിനും വളരെ നന്നായിട്ട് മനസ്സിലായി കാര്യം. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതെങ്ങനെ? ഞാനും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സെമറ്റിക് റിലീജിയനിലെ കർമ്മം എന്നുള്ള ആ ഒരു ഇതില്ലാത്തത്, ഫിലോസഫി അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇതിനെ റീകൺസീൽ ചെയ്യാൻ പറ്റില്ല. എത്ര ആലോചിച്ചിട്ടും തല ചൊറിഞ്ഞിട്ടും ഒരു കാര്യമില്ല, അവർക്ക് ഇതിനൊരു ആൻസർ കിട്ടില്ല. നമുക്ക് അതിന് ആൻസർ കിട്ടാൻ കാരണം നമുക്ക് ഇതിൻ്റെ ഫുൾ ഇൻട്രിക്കസീസ് ഈ വേദങ്ങളിലെ, ഭഗവത്ഗീതയിലെ, ഭാഗവതത്തിലെ, മറ്റ് ഗ്രന്ഥങ്ങളിലെ, ആചാര്യന്മാരുടെ കമൻട്രീസിലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അറിയാം ഇതെല്ലാം നമ്മൾ വൈ ബാഡ് തിങ് ഹാപ്പൻസ് ടു ഗുഡ് പീപ്പിൾ ചോദിക്കുക ആൾക്കാർ. ഒരു നല്ല വ്യക്തി ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല, അയാൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു ടെർമിനൽ ഇൽനെസ്, ഒരു ക്യാൻസർ അത് വന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കുറ്റം ചാർത്തിയിട്ട് അയാൾക്ക് ശിക്ഷ കൊടുത്തു, എങ്ങനെ സംഭവിച്ചു? ഒരു കാര്യം ഒരാളെയും അയാൾ നോവിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് ആൻസർ നമ്മുടെ സനാതന ധർമ്മത്തിന് മാത്രമേ ഉള്ളൂ, മറ്റു ഒരു റിലീജനിലും ഈ ആൻസർ കിട്ടില്ല. അതുകൊണ്ടാണ്
അവർ പറയുന്നത് ഭഗവാൻ ഒന്നുകിൽ ഓൾ പവർഫുൾ അല്ല, അല്ലെങ്കിൽ ഓൾ മേഴ്സിഫുൾ അല്ല. അപ്പൊ ഈ കാര്യങ്ങള് നമ്മളുടെ വേദങ്ങളിലും നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിലും നമ്മളുടെ ആചാര്യന്മാരും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഈ കാര്യം മറ്റുള്ളവർക്കും കൊടുക്കണം എന്നാണ് പ്രഭുപാദ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ട് അമേരിക്കയിൽ പോയിട്ട് ഇതിനെ നിർവിശേഷ ശൂന്യവാദി, പാശ്ചാത്യ ദേശധാരണി, നിർവിശേഷം, ശൂന്യം, ഇങ്ങനെയുള്ള ഓരോ ഫിലോസഫി, അതായത് ഭഗവാൻ യാതൊരു വിശേഷം, അതായത് അട്രിബ്യൂട്ട്സ് ഇല്ല, ഭഗവാൻ നിരാകാരമാണ്, നിർഗുണമാണ്, അല്ലേ, അതേപോലെ ശൂന്യമാണ്, ഈ ഫിലോസഫി എല്ലാം ശരിക്കുള്ള ഫിലോസഫി അല്ല. അപ്പോൾ ശരിക്കുള്ള ഫിലോസഫി എന്താണ് വേദങ്ങൾ പറയുന്നത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഭാരതത്തിൽ ജനിച്ച ആൾക്കാർക്കുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. പർപ്പോട്ട് നോക്കാം. എ ഡിവോട്ടീസ് കൺക്ലൂഷൻ ഈസ് ദാറ്റ് നോ വൺ ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ ബീങ് ബെനിഫാക്ടർ or mischief monger without the sanction of the Lord. Therefore, he does not consider anyone to be directly responsible for such. അപ്പോൾ ഒരു ശുദ്ധ ഭക്തന് അറിയാം ഒരാളും ഇതിൽ ഡയറക്ട്ലി റെസ്പോൺസിബിൾ, അതിൻ്റെ ഉത്തരവാദിത്വം അല്ല, ഒരാളല്ല, അതിൽ പല ഫാക്ടേഴ്സുമാണ്. അപ്പൊ ഇതിന്റെ ബെനിഫിഷ്യറി ആരാണ്, ഇതിനെ മിസ്ചീഫ് മോങ്കർ, കുറ്റവാളി ആരാണ്, ഇതൊന്നും ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് നടക്കില്ല. എല്ലാ കാരണത്തിന്റെയും കാരണക്കാരൻ ഭഗവാനാണെന്ന് പറയുന്നത്, സർവ്വകാരണ കാരണം. അപ്പൊ ഭഗവാന്റെ നമ്മള് അപ്പൊ ഒരു ഇമ്മീഡിയറ്റ് ഡൂവർ നമ്മള്, ഓക്കെ, നമ്മളൊരു തെറ്റ് ചെയ്തു, നമ്മളുടെ ഫ്രീ വില്ല, നമ്മളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച ഒരു തെറ്റ് ചെയ്തു, മിസ്യൂസ് ചെയ്തു നമ്മുടെ സ്വാതന്ത്ര്യം. അതിന്റെ റിയാക്ഷൻ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. അത് പ്രകൃതി കൊണ്ട് നമുക്ക് തരുന്നു, അതിന്റെ സാങ്ഷൻ ചെയ്യുന്നത് ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളെ ഡയറക്റ്റ്ലി നമുക്ക് റെസ്പോൺസിബിൾ ആക്കാൻ പറ്റില്ല, ഉത്തരവാദിത്വം കൊടുക്കാൻ പറ്റില്ല. ബട്ട് ഇൻ ബോത്ത് കേസസ് ഹി ടേക്സ് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ദാറ്റ് ഈദർ ബെനിഫിറ്റ് ഓർ ലോസ് ഈസ് ഗോഡ് സെന്റ്. അതുകൊണ്ട് നമുക്ക് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണ്, ഇതെല്ലാം ഭഗവാന്റെ സാങ്ഷൻ കൂടി വന്നാണ്. ആൻഡ് ദസ് ഇറ്റ് ഈസ് ഹിസ് ഗ്രേസ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം. നല്ലതും ചീത്തയും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണണം. കാരണം നമ്മള് അനുഭവിക്കുന്ന ക്ലേശങ്ങളാണെങ്കിൽ നമ്മളുടെ ആ ക്ലേശങ്ങൾ കുറഞ്ഞു വരും, നമ്മളുടെ ആ ഇംപയസ് ക്രെഡിറ്റ്, പാപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമ്മൾ അനുഭവിക്കുന്ന തോറും അത് കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് അത് ഭഗവാന്റെ ഗ്രേസ് ആണ്, ഭഗവാന്റെ മേഴ്സിയാണ്. നമുക്ക് ക്ലേശങ്ങൾ വരുന്നത് അത് അനുഭവിച്ച് തീർക്കണം. കാരണം നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാര്. നമ്മൾ തെറ്റായി യൂസ് ചെയ്തു നമ്മളുടെ ആ ഫ്രീ വില്ലിനെ. അപ്പോൾ അതിന്റെ പ്രതിഫലമായിട്ട് നമുക്ക് ക്ലേശങ്ങൾ വരുന്നു. അപ്പോൾ ആ ക്ലേശങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ മേഴ്സിയാണത്. സോ ഇൻ കേസ് ഓഫ് ബെനിഫിറ്റ് നോ വൺ വിൽ ഡിനൈ ദാറ്റ് ഇറ്റ് ഈസ് ഗോഡ് സെന്റ്. അപ്പൊ നമുക്ക് നല്ല സമയം വന്നാൽ നമ്മൾ ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ കൃപ എന്ന് എപ്പോഴും പറയും, ഇല്ലേ? ചില ആൾക്കാർ പറയും ഇല്ല, അതൊക്കെ എൻ്റെ കഴിവാന്നും പറയും. പക്ഷെ ഭക്തന്മാരെന്താ പറയാ, ഇത് ഭഗവാന്റെ കൃപ. നല്ലത് വന്നാൽ, എനിക്ക് നല്ല ജോലി കിട്ടി, നല്ല ഉയർന്ന ശമ്പളം കിട്ടി, പ്രൊമോഷൻ കിട്ടി, നല്ല ബംഗ്ലാവ് ഉണ്ടാക്കാനുള്ള സൗകര്യം കിട്ടി, പണം കിട്ടി, അതെല്ലാം ഭഗവാന്റെ കൃപ. പക്ഷെ ഇൻ കേസ് ഓഫ് ലോസ് ഓർ റിവേഴ്സസ് വൺ ബിക്കംസ് ഡൗട്ട്ഫുൾ ബട്ട് ഹൗ ദ ലോർഡ് കുഡ് ബി സോ അൺകൈൻഡ് ടു ഹിസ് ഡിവോട്ടി ആസ് ടു പുട്ട് ഹിം ഇൻ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. അപ്പൊ എന്തെങ്കിലും വിപരീതങ്ങൾ വന്നാൽ, റിവേഴ്സസ് വന്നാൽ, അപ്പൊ നമുക്ക് സംശയം വരും, അതെങ്ങനെയാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ എങ്ങനെ ശിക്ഷിക്കുക എന്ന് ചോദിക്കും. അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാൻ എപ്പോഴും അറിയുന്നില്ല. അതാണ് പറയുന്നത്, കഥാഞ്ജന സ്മൃതയസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മരേത് വിപരീത സ്യാത് ചൈതന്യ നമാമിതം. അതായത് ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ ശരണം പ്രാപിച്ച് ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ ആശ്രയിച്ചാൽ ദുഷ്കരം സുകരം ഭവേത്, ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങൾ സുഖകരമാവും. വിസ്മരേത് വിപരീത സ്യാത്, അതായത് നമ്മൾ അത് മറന്നു ചൈതന്യ മഹാപ്രഭുവിനെ മറക്കുകയാണെങ്കിൽ അതിന്റെ വിപരീതമായിട്ടുള്ള സംഭവിക്കും. അതായത് സുഖമായിട്ടുള്ളത് ദുഃഖമായിട്ട് തീരും. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഔദാര്യം. ഓക്കെ, അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ ശരണം പ്രാപിച്ചാൽ എന്താണ് സംഭവിക്കുക? ദുഷ്കരം എന്താണോ ദുഃഖം നമുക്ക് വരാമെന്ന് അത് സുഖകരമായിട്ട് മാറും. നേർ വിപരീതമായി നമ്മൾ ഓർമ്മിച്ചിട്ടില്ലെങ്കിൽ, ശരണം പ്രാപിച്ചില്ലെങ്കിൽ ഇവൻ നല്ലതും ചീത്തയായിട്ട് ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ
ഭക്തന്മാർക്ക് അത് നല്ലത് വന്നാലും ശരി, ക്ലേശങ്ങൾ വന്നാലും ശരി, രണ്ടും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണാനുള്ള ആ ഒരു ചേതന, ആ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ അവർ വളർത്തുന്നുണ്ട്. ഒരു കനിഷ്ഠാധികാരിക്ക് ആ തരത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. ഭഗവാൻ നല്ലത് വല്ലതും, അതായത് നമുക്ക് സന്തോഷം വരികയാണെങ്കിൽ, സുഖം വരികയാണെങ്കിൽ അത് ഭഗവാന്റെ മേഴ്സിയാണ്. പക്ഷേ ദുഃഖം വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതെങ്ങനെ ഭഗവാൻ നമ്മളെ ഒരു ഭക്തനെ ശിക്ഷിക്കുക? ഇത്ര കാലം ഞാൻ നാമജപം ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഭഗവാൻ എന്നെ ഈ കഷ്ടപ്പാടിൽ കടന്ന് എത്തിച്ചല്ലോ, എനിക്ക് ഈ കഷ്ടപ്പാട് തന്നല്ലോ എന്ന് നമ്മൾ ഭഗവാനെ ചിലപ്പോൾ പഴിക്കും. അതാണ് നമ്മൾ പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ലോസ് ഓർ റിവേഴ്സസ്, റിവേഴ്സൽ വരുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായിരിക്കണം. അത് ആ ഒരു ഭക്തന്റെ ചേതന, കോൺഷ്യസ്നെസ് ലെവൽ അനുസരിച്ച് അത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ വൺ ബിക്കംസ് ഡൗട്ട്ഫുൾ അബൌട്ട് how the Lord could be so unkind to his devotee as to put him in great difficulty. Jesus Christ was seemingly put into such great difficulty, being crucified by the ignorant. But he was never angry at the mischief movers. ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു ഉദാഹരണം പ്രഭാതത്തിൽ കൊടുക്കുന്നു. കാരണം അദ്ദേഹത്തിനെ ക്രൂസിഫൈ ചെയ്തു, കുരിശിലേറ്റി. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന്റെ കുറ്റവാളികളെ കാണിച്ചു കൊടുത്തില്ല, കുറ്റപ്പെടുത്തിയില്ല. ആ മിസ്സീഫ് അദ്ദേഹത്തിന് ദേഷ്യം വന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം സിദ്ധാന്തമെന്ന്. അവരെ പഠിച്ചിട്ട് കാര്യമില്ല. പ്ലീസ് ഫോർഗീവ് ദം ഫോർ ദേ ഡു നോട്ട് നോ വാട്ട് ദേ ഡൂയിങ് എന്നാണ് പറഞ്ഞത്. അതാണ് ഉയർന്ന തലത്തിലുള്ള ചേതനമുള്ള ഭക്തന്മാരുടെ ആ ഒരു അറിവും. സാധാരണ കനിഷ്ഠ ലെവലിലെ ആൾക്കാർ അവർ ഭഗവാനെ പഠിക്കും. ഇത്രയൊക്കെ ഞാൻ ഭഗവാന്റെ നാമം ജപിച്ചും, ഇത്രയൊക്കെ ഡിവോഷൻ സർവീസ് ചെയ്തിട്ടും എനിക്ക് വീണ്ടും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ലേ എന്ന് നമ്മൾ സാധാരണ ആൾക്കാർ കഴിക്കും. ഉയർന്ന ഭക്തന്മാർ ഒരിക്കലും ഭഗവാന്റെ കുറ്റം കാണില്ല. ഇതെല്ലാം ഭഗവാന്റെ നിശ്ചയമില്ലാതെ, ഭഗവാന്റെ ഗ്രേസ് ഇല്ലാണ്ട്, ഭഗവാന്റെ അനുവാദം ഇല്ലാണ്ട് നടക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഹരിദാസ് ഠാക്കൂർ നമുക്ക് എല്ലാവർക്കും അറിയാം. ചൈതന്യ ചരിതാമൃതത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഹാപ്രകാശ് ലീല, ശ്രീവാസാങ്കനിലെ മഹാപ്രകാശ് ലീല നടക്കുകയാണ്. അപ്പോൾ മഹാപ്രകാശ് ലീല ഒരിക്കലും ചൈതന്യ മഹാപ്രഭു താൻ ഭഗവാനാണെന്ന് പറയില്ല. വല്ലവരും പറഞ്ഞാൽ തന്നെ അങ്ങ് വിഷ്ണുവാണ്, നാരായണനാണ്, കൃഷ്ണനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെവിയിൽ വിരലിട്ട് പറയും, അത് കേൾക്കില്ല. ശ്രീവിഷ്ണു പറഞ്ഞു അവരെ ഡിനൈ ചെയ്യും. പക്ഷെ ചില ഭക്തന്മാർക്ക് അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ ആ വിശ്വരൂപം, അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള രൂപം, കൃഷ്ണരൂപം, ഷഡ്ഭുജ ഫോമും, നരസിംഹത്തിൻ്റെ ഫോമും, അതേപോലെ വാമനൻ്റെ, ഏത് ഡിവോട്ടി എന്ത് രൂപത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് മഹാപ്രകാശ് ലീല ശ്രീവാസാങ്കനില്. തൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭക്തന്മാരുടെ ആവശ്യം അനുസരിച്ചിട്ട് അതാത് ഫോമും ചൈതന്യ മഹാപ്രഭുർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഹരിദാസ് ഠാക്കൂറിന്റെ സമയം വന്നു. ഹരിദാസ് ഠാക്കൂറിനെ വിളിച്ചു. ഹരിദാസ് അറിയോ, അതായത് 22 മാർക്കറ്റ് പ്ലേസിൽ ഹരിദാസ് ഠാക്കൂറിനെ കാശി ചാട്ടുവാറ് കൊണ്ട് അടിച്ച്, കാരണം നാമജപം, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടും ഹിന്ദു ആചാരപ്രകാരം ഹരിനാമം ചെല്ലുന്നു ഹരിദാസ് നിരന്തരമായിട്ട്. ഇത് മറ്റുള്ള മുസ്ലിങ്ങൾ, അതേപോലെ ഹിന്ദുക്കളും എല്ലാവരും ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് യോഗ്യതയില്ല, ഒരു മുസ്ലിം യവനന്റെ കുടുംബത്തിൽ ജനിച്ചിട്ടും ഹരിനാമം ചെല്ലുന്നു, ശിക്ഷിക്കാം. അപ്പോൾ ശിക്ഷ എന്താണ്? 22 മാർക്കറ്റ് പ്ലേസിൽ ചാട്ടവാറുകൊണ്ട് അടിക്കും. അപ്പോൾ അദ്ദേഹം ആൾക്കാരെ അടിക്കാൻ വേണ്ടി നിയമിച്ചു. അങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് അടിയോടടി. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഒറ്റൊന്നേ പ്രാർത്ഥിച്ചുള്ളൂ, ഭഗവാനെ എന്നെ ഈ ശിക്ഷിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് ഒരു ശിക്ഷയും കൊടുക്കരുതേ, അവർക്ക് മാപ്പ് കൊടുക്കണേ എന്ന് മാത്രമാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അവരടിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ സ്ഥലത്തും. അപ്പോൾ ഇദ്ദേഹത്തിനെ ഒരു ശിക്ഷ, അതായത് ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ ഒരിക്കലും അങ്ങനെ ഒരു ഇതിന് വിടില്ല. അപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്? നമേ ഭക്തിയ പ്രണശ്യതി, എൻ്റെ ഭക്തന്മാർക്ക് ഒരു നാശം സംഭവിക്കില്ല, അവർക്ക് അനാവശ്യമായിട്ട് യാതൊരു ശിക്ഷയും ലഭിക്കില്ല. നമേ ഭക്തിയ പ്രണശ്യതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉടനെ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തിനോട് പറഞ്ഞു, പോയിട്ട് ആ പെർപെട്രേറ്റേഴ്സ്, ആ കുറ്റവാളികളെ ശിക്ഷിച്ച് വധിച്ചു വരാൻ പറഞ്ഞു. ഉടനെ അവിടുന്ന് സുദർശൻ ചക്രം വന്നു. ഇവിടെ
എന്താണ് ഭക്തൻ പറയുന്നത്? ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ഇവരെ ശിക്ഷിക്കരുത്, ഇവരെ ശിക്ഷിക്കരുത്, ഇവർക്ക് അറിയുന്നില്ല ഇവരെന്താണ് ചെയ്യുന്നത്, ഇവർ സ്വന്തമല്ല ചെയ്യുന്നത്, കാശിയുടെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ചെയ്യുന്നത്, അവരെ മാപ്പ് കൊടുക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുദർശന ചക്രം വിചാരിച്ചു, ഞാനിപ്പോൾ ആരോട് കേൾക്കും? ഭഗവാൻ പറയുന്നു ചെന്നിട്ട് ഇവരെല്ലാം കൊന്നിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഭക്തൻ പറയുന്നു അവരെ കൊല്ലരുതേ, പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആരെ കേൾക്കും? അപ്പോ എന്തായാലും ഭക്തനാണ് കൂടുതൽ. ഭഗവാൻ പറയേണ്ടത് എൻ്റെ ഭക്തന്മാര് ഒരിക്കലും നശിക്കില്ല. പിന്നെ ഭക്തന്മാരുടെ ആ പ്രോമിസിനെ എന്തായാലും ഭഗവാൻ കാത്തിരിക്കും. അതെന്താണ് ഭക്തൻ ഇവിടെ ആഗ്രഹിക്കുന്നത്? അവരെ പണിഷ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഭക്തന്മാരുടെ എന്താണോ ആഗ്രഹം അത് നിറവേറ്റി കൊടുക്കാനുള്ള ഒരിതും അല്ലെ. അതായത് അഹം ഭക്ത പരാധീനോ, ഞാൻ ഭക്തന്മാരുടെ അധീനത്തിലാണ്. അപ്പോ അതിനെയും കാത്തു സൂക്ഷിക്കണം, ആ പ്രോമിസിനെയും കാത്തു സൂക്ഷിക്കണം. അതേപോലെ ഭഗവാൻ നമ്മെ ഭക്തിയ പ്രണശ്യതി, എൻ്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശം വരുന്നില്ല. അപ്പോ ഇവിടെ പ്രഹ്ലാദ് മഹാരാജാവിന്റെ ഈ തൂണില് ഭഗവാനുണ്ട്, നരസിംഹൻ ഭഗവാൻ ഉണ്ടെന്ന് പറയുന്നുണ്ടോ, ഈ തൂണുണ്ടോ, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രഹ്ലാദ് മഹാരാജാവിന്റെ വാക്കിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് നരസിംഹദേവ് ഭഗവാൻ ആ തൂണിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. അതേപോലെ രണ്ടിനും കാത്തു. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? സുദർശന ചക്രം തിരിച്ചു പോന്നു. എനിക്ക് പറ്റില്ല, കാരണം വെച്ചാൽ ഭക്തൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭക്തന്മാരാണ് അഹം ഭക്ത പരാധീനോ, ഭക്തന്മാരുടെ അധീനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ അവരെ കൊല്ലുക? അപ്പോൾ ഭഗവാൻ പറയാണ്, അന്ന് ഓർക്കുന്നുണ്ടോ, അങ്ങനെ 22 മാർക്കറ്റ് പ്ലേസ് അടിച്ചപ്പോൾ ഞാൻ ധർമ്മസങ്കടത്തിലായിരുന്നു, ഡിലമയിലായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്? അപ്പോ ഞാൻ സ്വയം വന്നിട്ട് അങ്ങേ ആലിംഗനം ചെയ്തു. നോക്കൂ ഹരിദാസ്, എൻ്റെ മീതെയാണ് എല്ലാ ചാട്ടവാറും അടി കിട്ടിയത്, ഞാനാണത് അങ്ങക്ക് വേണ്ടിയിട്ട് മേടിച്ചതെന്ന് പറയുന്നു. അപ്പോ ഹരിദാസ് ഠാക്കൂറിനെ അടി കിട്ടിയത് ആരാണ്? അടിച്ചത് ഹരിദാസ് ഠാക്കൂറിനും അടി മേടിച്ചത് ആരാണ്? ചൈതന്യ മഹാപ്രഭു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു തൻ്റെ അംഗവസ്ത്രം ഊരിയിട്ട് കാണിച്ചു കൊടുക്കാണ്, കാണിച്ചു കൊടുക്കാണ്. കണ്ടോ, ആ പാട് ഇപ്പോഴും ഉണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഇത് കണ്ടപ്പോൾ ഹരിദാസ് ഠാക്കൂറിന് സഹിക്കുകയ്യ, എനിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ സ്വന്തം അടി മേടിച്ചു വരുന്നു. അപ്പൊ അങ്ങനെയാണ് ഭഗവാൻ തരുന്നത് എല്ലാം മേഴ്സിയായിട്ട് കാണണം. അപ്പൊ ആ തലത്തിലേക്ക് നമ്മളുടെ ചേതന ഉയർന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എല്ലാവർക്കും ഇപ്പൊ നമ്മള് സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല. സിറ്റുവേഷൻ അത് വരുന്നതനുസരിച്ച് അതിന് നമുക്ക് മാറ്റാൻ പറ്റില്ല. മഴക്കാലമാണ്, മഴ തീർച്ചയായിട്ടും വരും. പക്ഷെ അതിന് നമ്മുടെ പ്രതിവിധി എന്താ ചെയ്യാം? കുട കൊണ്ടുപോകണം, അല്ലേ? അത്രേ പറ്റൂ. മഴ വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ചൂടുകാലമാണ്, മഴക്കാലമാണ്, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. ആ സിറ്റുവേഷനെ നമ്മൾ റെക്ടിഫൈ ചെയ്യല്ല വേണ്ടത്. ഓക്കെ, ആ സിറ്റുവേഷനെ നമ്മൾ ഓവർകം ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനും അതിന് ശക്തി കിട്ടാൻ വേണ്ടി നമ്മളുടെ ചേതനയെ ഉയർത്താണ് വേണ്ടത്. സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല. ദുഃഖം വരും, ക്ലേശങ്ങൾ വരും. അപ്പോൾ അതിനെ സഹിക്കാനും അതിനെ ഓവർകം ചെയ്യാനും എന്താണ് നമ്മളുടെ ചേതന, നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ ഉയർത്തുക. ഉദ്ധരേത് ആത്മനാത്മാനം, അല്ലെ? ഉദ്ധരേത്, നമ്മള് ഉദ്ധരിക്കണം നമ്മളുടെ ചേതനയെ. എന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഓക്കെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്യാം, അതിനെ മാറ്റാം പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പ്രകൃതി എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത് വരും. മഴ പെയ്യണമെങ്കിൽ മഴ വരും, കാറ്റുണ്ടെങ്കിൽ കാറ്റ് വരും, എർത്ത് ക്വേക്കാണെങ്കിൽ എർത്ത് ക്വേക്ക് വരും. നമ്മൾ അതിൽ ക്ലേശങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഇങ്ങനത്തുള്ള ആധ്യാത്മിക്, ആദിഭൗതിക്, ആദിദൈവിക് ഈ ക്ലേശങ്ങളെല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കും. ഇതിൽ നമ്മളും ഒരു ഈ ക്ലേശങ്ങളിൽ നമ്മളും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഉൾക്കൊള്ളാനും ഇതിനെ ഫേസ് ഇതിനെ ഓവർകം ചെയ്യാനും നമ്മുടെ ചേതനയെ ഉയർത്തണം. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റിന്റെ ഇവിടെ ഒരു ഉദാഹരണം, അതേപോലെ ഹരിദാസ് ഠാക്കൂറിന്റെ ഒരു ഉദാഹരണം ചൈതന്യ മഹാപ്രഭു സ്വയം പറയാണ്. അപ്പോ ചൈതന്യ മഹാപ്രഭു തീർച്ചയായിട്ടും ഭക്തനായിട്ടുണ്ടെങ്കിൽ
ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ മേഴ്സി, ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ അവിടെ നിന്ന് രക്ഷിച്ചിരിക്കും, തീർച്ചയാണ്. അപ്പൊ ഇവിടെ ഇത് ബട്ട് ഹി വാസ് നെവർ ആംഗ്രി അറ്റ് ദ മിസ്ചീഫ് മോങ്കർ. എങ്ങനെ ജീസസ് ക്രൈസ്റ്റ് തൻ്റെ കുറ്റവാളികളെ ദേഷ്യപ്പെട്ടില്ല, അതേപോലെ ഇവിടെ ഹരിദാസ് ഠാക്കൂറും തൻ്റെ കുറ്റവാളികളെ ദേഷ്യപ്പെട്ടില്ല, ശത്രുത കാണിച്ചില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. സോ ദിസ് ഈസ് റിയലി ഓൺ എ ഹയർ ലെവൽ. അപ്പൊ ഈ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവലിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഉയർന്ന ചേതന തന്നെ വേണം. ആ ഉയർന്ന ചേതനയുള്ള ആളാണ് ഇവിടെ ബുൾ, കാള, ധർമ്മരാജാവാണ്. ധർമ്മരാജാവിന് അറിയാത്ത ധർമ്മമുണ്ടോ? സോ ദാറ്റ് ഈസ് എ വേ ഓഫ് അക്സെപ്റ്റിംഗ് എ തിങ്, ഈതർ ഫേവറബിൾ ഓർ അൺഫേവറബിൾ. നമുക്ക് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. Thus, for a devotee, the identifier is equally a sinner. ആരാണോ അതിനെ കാണിച്ചു കൊടുക്കുന്നത്, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈക്വലി സിന്നർ, കുറ്റം ചെയ്യുന്ന അതേപോലെ ആ കുറ്റം ഐഡന്റിഫൈ ചെയ്യുന്ന ആളും സിന്നറാണെന്ന് പറയുന്നു. ഇതാണ് നമുക്ക് തേക്കാൻ ബുദ്ധിമുട്ട്, സാധാരണക്കാർക്ക് തേക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ലൈക്ക് ദ മിസ്ചീഫ് മോങ്കർ, ബൈ ഗോഡ്സ് ഗ്രേസ് ദ ഡിവോട്ടി ടോളറേറ്റ്സ് ഓൾ റിവേഴ്സസ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അല്ലേ? അതായത് ടോളറേറ്റ് ചെയ്യണം, അർജുന ടോളറേറ്റ് ചെയ്യണം. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായനോ അനിത്യസ് താം തിതിക്ഷസ്വ ഭാരത. തിതിക്ഷസ്വ, അതായത് ടോളറേറ്റ്, സുഖം ദുഃഖം രണ്ടും ടോളറേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ദുഃഖം മാത്രമല്ല, സുഖം നമ്മൾ ടോളറേറ്റ് ചെയ്യണം. കാരണം ഈ സുഖം ടോളറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സുഖത്തിൽ നമ്മൾ വല്ലാണ്ട് ഓവർജോയ് ആയി പോയാൽ പിന്നെ അത് ദുഃഖത്തിലേക്ക് നീങ്ങും. അതുകൊണ്ടാണ് രണ്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റും. സോ മഹാരാജ പരീക്ഷിത് ഒബ്സർവ്ഡ് ദിസ് ആൻഡ് therefore he could understand that the bull was no other than the personality of religion himself. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് പരീക്ഷിത് മഹാരാജന് മനസ്സിലാക്കാൻ പറ്റി. ഒരു സാധാരണ വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പരീക്ഷിത് മഹാരാജൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ രാജാവല്ല. ഈസ് എ സെയിൻലി പേഴ്സണാലിറ്റി, രാജ ഋഷിയാണ്. അപ്പൊ അദ്ദേഹത്തിനും അതിനുള്ള ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ശക്തിയും അനുഗ്രഹവും ഭഗവാന്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈവൻ ബുൾ, അതായത് കാള പറയുന്നുണ്ട്, അതായത് അങ്ങ് തീർച്ചയായിട്ടും പാണ്ഡവന്മാരുടെ കുലത്തിലുള്ള ആളാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളും ചോദിക്കുന്നത്. അല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമാണ്, ധർമ്മരാജവും പരീക്ഷിത് മഹാരാജവും. So the cow and the bull never place any complaint before the king for being tortured by the personality of Kali. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും, പശുവും കാളയും, ഒരിക്കലും രാജാവിനോട് കംപ്ലൈന്റ് പറയില്ല, ഇന്ന ആളാണ് എന്നെ ഉപദ്രവിച്ചത്, ഈ ക്ലേശത്തിന്റെ കാരണം ഇദ്ദേഹമാണ്, എൻ്റെ ഈ അവസ്ഥ ഇദ്ദേഹം കാരണമാണ്, ഒരിക്കലും പറഞ്ഞില്ല. ആൾദോ എവറി വൺ ലോഡ്ജസ് സച്ച് കംപ്ലൈന്റ്സ് ബിഫോർ ദ സ്റ്റേറ്റ് അതോറിറ്റീസ്. സാധാരണ നിലയിൽ ഒരു മെറ്റീരിയൽ പ്ലെയിനിൽ നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഉടനെ പോയിട്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കും, പോലീസ് സ്റ്റേഷനിലും, പിന്നെ കേസായി കൂട്ടായി, അങ്ങനെയാണ് അത്. The extraordinary behavior of the bull made the king conclude that the bull was certainly the personality of religion. അപ്പോൾ ഈ കാളയുടെ എക്സ്ട്രാordinary പെരുമാറ്റം, ബിഹേവിയർ, രാജാവിന് മനസ്സിലായി ഇത് ഒരു സാധാരണ വ്യക്തിയല്ല, സ്വയം ധർമ്മരാജാവാണ്. For no one else could understand the finer intricacies of the codes of religion. വേറെ ആൾക്കും ഇത്രയും ഒരു ഇൻട്രിക്കേറ്റ് കാര്യങ്ങൾ, ഫൈനൽ ഇൻട്രിക്കസീസ്, ധർമ്മത്തിന്റെ ഫൈനൽ ഇൻട്രിക്കസീസ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് സാധാരണ ഒരു കാളയല്ല, അങ്ങ് ധർമ്മരാജാവ് സ്വയമാണ്. ടെക്സ്റ്റ് 23. അഥവാ ദേവമായായ ന്യൂനം ഗതിർ അഗോചരാം ചേതസോ വചസാപി ഭൂതാനാം ഇതി നിശ്ചയ. അഥവാ ദേവമായായ ന്യൂനം ഗതിർ അഗോചരാം ചേതസോ വചസാപി ഭൂതാനാം ഇതി നിശ്ചയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അഥവാ ദേവമായായ നൂനം ഗതിർ അഗോചരാ ചേതസോ വചസാപി ഭൂതാനാമിതി നിശ്ചയ.
വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ജയം. ഇപ്രകാരം ഭഗവത് ശക്തികൾ അചിന്ത്യമാണെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. മാനസിക ഊഹോപോഹങ്ങളാലോ വാക്കുകളാലോ ആർക്കും അവയെ അപഗ്രഥിക്കുവാൻ കഴിയുകയില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. Very well. Thus it is concluded that the Lord's energies are inconceivable. No one can estimate them by mental speculation or by word. ഇപ്പൊ അതുകൊണ്ട് എന്താണ് പറയുന്നത്, ഇത് നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം, ഒരു തീരുമാനത്തിലെത്താം. ഭഗവാന്റെ എനർജീസ് അത് നമ്മളുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്താണ്. നമ്മളുടെ ചെറിയ ബ്രെയിൻ കൊണ്ട്, മസ്തിഷ്കം കൊണ്ട് ഭഗവാന്റെ ഇൻകൺസീവബിൾ എനർജീസിനെ മനസ്സിലാക്കാൻ പറ്റില്ല. പ്രഭാത് എപ്പോഴും പറയുന്ന, വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ സുപ്രീം ലോർഡ്സ് എനർജീസ്, ഇൻകൺസീവബിൾ എനർജീസ് വിത്ത് അവർ ടൈനി ബ്രെയിൻ. No one can estimate them by mental speculation. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തോ വാക്ചാതുര്യങ്ങളോ കൊണ്ടോ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. So a question may be raised as to why a devotee should refrain from identifying an actor, although he knows definitely that the Lord is the ultimate doer of everything. Knowing the ultimate doer, one should not pose himself as ignorant of the actual person. അപ്പോൾ നമുക്കിത് വരുന്ന ചോദ്യങ്ങളാണ്, പ്രഭാത പർപ്പോട്ടിൽ എഴുതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ മനസ്സിൽ തോന്നാം. എന്തുകൊണ്ട് നമ്മളെ നമ്മളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളെ എന്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൂടാ? അതാണ് ആ ചോദ്യം എല്ലാവർക്കും വരും. To answer this doubt, the reply is that Lord is also not directly responsible. അപ്പോ ഇതിന്റെ ഉത്തരം, ഭഗവാനും ഡയറക്ട്ലി റെസ്പോൺസിബിൾ അല്ല. ഭഗവാൻ സാങ്ഷൻ ചെയ്യുന്നു നമ്മളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ. നമ്മളുടെ ഫ്രീ വില്ല് നമ്മളെ ശരിയായിട്ടും തെറ്റായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ഫ്രീ വില്ല്, നമ്മളുടെ ആഗ്രഹം. ഭഗവാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടില്ല, നമ്മളാണ് സ്വയം അതിനെ മിസ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന പ്രകൃതി തരുന്ന അത് ഭഗവാൻ സാങ്ഷൻ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഡയറക്ട്ലി ഭഗവാനും റെസ്പോൺസിബിൾ അല്ല. ഫോർ എവറിഥിങ് ഈസ് ഡൺ ബൈ ഡെപ്യൂട്ടഡ് മായാശക്തി ഓർ മെറ്റീരിയൽ എനർജി. അപ്പം ഇതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെ നടക്കുന്നതാണ്. നമ്മളെന്തെങ്കിലും നമ്മളുടെ ഫ്രീ വില്ലിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന് റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷനെ അത് ഫ്രക്ടിഫൈ ആവുന്ന സമയത്ത്, എപ്പോഴാണോ അത് ഫ്രക്ടിഫൈ ആണ്ട് ആ സമയത്ത് മായ നമുക്ക് തരുന്നു വിത്ത് ദ സൂപ്പർവിഷൻ ഓഫ് സുപ്രീം ലോ. അതാണ് മായ അധ്യക്ഷണ പ്രകൃതി സൂയതേ സചരാചരം ഏതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തത. എൻ്റെ അധ്യക്ഷതയിലാണ് ഈ മായ, ഈ മെറ്റീരിയൽ എനർജി വർക്ക് ചെയ്യുന്നത് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭഗവാന്റെ സൂപ്പർവിഷനിലൂടെ മായ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ദ മെറ്റീരിയൽ എനർജി ഈസ് ഓൾവേസ് provoking doubts about the supreme authority of the Lord. അപ്പോൾ ഈ പ്രകൃതി എപ്പോഴും നമുക്ക് സംശയം ഉളവാക്കും. എന്താണ്, ഇത് ശരിക്കും ഭഗവാൻ തന്നെയാണോ സുപ്രീം അതോറിറ്റി, അതോ മായയാണോ, പ്രകൃതിയാണോ? ആരാണ് വലുത്? മായയാണോ വലുത് അതോ ഭഗവാനാണോ വലുത്? ഇപ്പോഴും പല ആൾക്കാർ കൺഫ്യൂഷൻ ആയിരിക്കും. ശക്തിയാണോ വലുത്, ശക്തിമാനാണോ വലുത്? മിക്ക ആൾക്കാരും പറയാ ശക്തിയാണ് വലുതെന്ന് പറയുക. വളരെ കുറച്ച് ആൾക്കാരെ പറയും ശക്തിമാൻ. തത്വം വളരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ മാത്രമാണ് ശക്തിമാനാണ് വലുത്, ശക്തിയല്ല. പ്രഭാത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് എനർജി ആൻഡ് എനർജറ്റിക്, പൊട്ടന്റ് ആൻഡ് പൊട്ടൻസി. അപ്പൊ ഇത് ഏതാ വേണ്ടത്? ശക്തി ആൻഡ് ശക്തിമാൻ. ഏതാണ് വലുത്? ആരുടെ കീഴിലാണ്? ശക്തിമാനാണ് വലുത്. ശക്തിമാൻ ഈസ് എ പേഴ്സൺ. ആ ശക്തിമാന്റെ ശക്തിയാണ് ഇവിടെ പ്രകൃതി. അപ്പോൾ ശക്തി ഇൻഫീരിയർ ആണ്. അതുതന്നെയാണ് ഭഗവാൻ മയ അധ്യക്ഷണ പ്രകൃതി എന്ന് പറയുന്നത്. എൻ്റെ അധ്യക്ഷത. അപ്പൊ ആരാണ് ശക്തിമാൻ? ഭഗവാൻ അല്ലേ? പവർ സ്റ്റേഷൻ ശക്തിമാനാണെങ്കിൽ ഈ ബൾബിൽ വരുന്ന ലൈറ്റ് ശക്തിയാണ്, പ്രഭാത പറയുന്നത് അല്ലേ? അപ്പോ പവർ സ്റ്റേഷൻ ഇല്ലെങ്കിൽ ഈ ബൾബ് എങ്ങനെ കത്തുക? ഇലക്ട്രിസിറ്റി എങ്ങനെ കിട്ടുക അവിടുന്ന്? അതേപോലെ തന്നെ ശക്തിമാൻ ഈസ് ദ പേഴ്സൺ ജസ്റ്റ് ലൈക്ക് ഗവർണർ.
ശക്തിമാൻ ഒരു ഗവർണർ. ഗവർണൻസ് അത് ശക്തിയാണ്, അത് ഇംപേഴ്സണലാണ്. ശക്തിമാൻ പേഴ്സണലാണ്. ഗവർണൻസ് ഇംപേഴ്സണലാണ്. അതേപോലെ ശക്തി ഇംപേഴ്സണാണ്, ശക്തിമാൻ പേഴ്സണാണ്. അപ്പൊ ഈ തത്വങ്ങള് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പൊ കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയി ചോദിച്ചാലും ശക്തിയാണോ വ്യക്തിയാണോ വലുത്? ഇപ്പൊ എല്ലാവരും പറയും ശക്തി എന്നാ പറയും. എല്ലാവരും പറയും. ഈവൻ ഭഗവത്ഗീത ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതും അങ്ങനെയാണ്. ഭഗവാൻ കൃഷ്ണനെ മാറ്റി വരുത്ത ഭഗവാൻ കൃഷ്ണനുള്ള ശക്തിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് പറയും. പക്ഷെ നമ്മളുടെ വൈഷ്ണവ സിദ്ധാന്ത പ്രകാരം വളരെ ക്ലിയർ ആയിട്ട് ശ്രീല പ്രഭുപാദർ, ശ്രീധരസ്വാമിയും അതേപോലെ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിനെയും ബലദേവ് വിദ്യാഭൂഷണെയും ഇവരെല്ലാം കൂട്ടിത്തരം പല ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും കൊട്ടേഷൻ തന്നിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ശക്തിമാൻ അല്ലെങ്കിൽ ഭഗവാൻ ആണ് ടോപ്പ് മോസ്റ്റ്. ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ. ബ്രഹ്മൻ, പരമാത്മാ ഇതെല്ലാം ശക്തിയാണ്, ഇതെല്ലാം ശക്തിയാണ്. ഭഗവാൻ ഈസ് ശക്തിമാൻ, ഈസ് എ വ്യക്തി, ഈസ് എ പേഴ്സണൽ. മറ്റത് രണ്ടും എന്താണ്? ഇംപേഴ്സണലാണ്. മറ്റതൊക്കെ ഇംപേഴ്സണൽ. അതായത് ശക്തി ആൻഡ് ശക്തിമാൻ, പൊട്ടൻറ്റ് ആൻഡ് പൊട്ടൻസി, എനർജി ആൻഡ് എനർജറ്റിക്. ഭഗവാൻ ഈസ് എ പേഴ്സൺ, മറ്റത് ഇംപേഴ്സണൽ ആസ്പെക്റ്റ് ആണ്. പക്ഷെ അതും ഭഗവാന്റെ തന്നെയാണ്. പക്ഷെ സുപ്പീരിയർ ആയിട്ട് അത് ഭഗവാനാണെന്ന് മനസ്സിലാക്കണം. ഇതാണ് വീണ്ടും വീണ്ടും ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ മായശക്തി ഡെല്യൂഡിങ് എനർജിയാണ് നമ്മളെ ഒരു ഭ്രമത്തിൽ കൊണ്ടെത്തിക്കും. മായയാണോ വലുത്, ഭഗവാനാണോ വലുത്? എപ്പോഴും സംശയം. അപ്പൊ ഈ ഒരു ക്ലാരിറ്റി നമുക്കില്ലെങ്കിൽ സംശയം എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ ഭാരതത്തിലുള്ള ഈ ഫിലോസഫി ഇന്റർപ്രിട്ടേഷൻ മുഴുവനും കൂടുതൽ പെർസെൻറ്റേജും ശക്തിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെല്ലാം വ്യാഖ്യാനം കൊടുക്കുന്ന ശക്തിയാണ് സുപ്പീരിയർ എന്നുള്ള തലത്തിലാണ് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതും നമ്മളെ മിസ്ഗൈഡ് ചെയ്യും. അപ്പോൾ ലക്കിലി നമുക്ക് ഈ വൈഷ്ണവ ഫിലോസഫിയിൽ എസ്പെഷ്യലി പ്രഭുപാദരെ ആ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് വെള്ളം പാലും നമുക്ക് തിരിച്ചറിയേണ്ട ആ ഒരു കഴിവ് കിട്ടി. അത് ഭഗവാന്റെ മേഴ്സി, പ്രഭുപാദരുടെ മേഴ്സി, പരമ്പര ആചാര്യന്മാരുടെ മേഴ്സി, അല്ലേ? So this doubtfulness was due to the contamination of both Kali and the Miti energy. The whole atmosphere of the age of Kali is magnified by the deluding energy, and the proportion of measurement is inexplicable. വിശദീകരണത്തിന് അപ്പുറത്താണത്. ഈ മാഹോൾ, ഈ അന്തരീക്ഷം, ഏജ് ഓഫ് കലി, കലിയുഗത്തില് അതിനെ വളരെ മാഗ്നിഫൈ ചെയ്തു. മായാശക്തിയും അല്ലേ, മായാശക്തി അതിനെ വളരെ മാഗ്നിഫൈ ചെയ്തു കാണിച്ചു തരാണ്. കലികാലത്തിലെ ഈ അന്തരീക്ഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് അതിനെ വളരെ മാഗ്നിഫൈ ആയിട്ട് മായാശക്തി നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് അതിനെ മെഷർ ചെയ്യാനുള്ള, അതിനെ വിശദീകരിച്ച് തരാനുള്ള, അതിനെ മനസ്സിലാക്കാനുള്ള യുക്തിയും ബുദ്ധിയും നമുക്ക് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലി ഫോളോ ഗുരു, സാധു ആൻഡ് ശാസ്ത്ര. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഗുരു, സാധു, ശാസ്ത്ര ഫോളോ ചെയ്താൽ വി ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमः. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय। वो प्रेमानंद। हरि हरि बोल। हरे कृष्ण।